പ്രാപിക്കുവാനുള്ള ദൈവീക കൃപയ്ക്കായിട്ട് അനുതാപ ഹൃദയത്തോടുകൂടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അച്ഛനെടുത്ത് മുറിക്കപ്പെടുമ്പോൾ, കർത്താവേ, ഇപ്രകാരം ഞാനും അങ്ങേ തിരുസന്നിധിയിൽ മുറിക്കപ്പെടട്ടെ. എൻ്റെ ധാർഷ്ട്യം, എൻ്റെ ദേഷ്യം, എൻ്റെ അസൂയ, എൻ്റെ അതിമോഹങ്ങൾ ഒക്കെ ഒന്ന് മുറിക്കപ്പെടണമേ എന്ന് ഓരോ പരിശുദ്ധ കുർബാനയിലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഭവനത്തിന് അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇസഹാക്കിൻ്റെ അടുക്കലേക്ക് ആരാധന മനോഭാവമുള്ള ഇസഹാക്കിൻ്റെ അടുക്കലേക്ക് ശത്രു കടന്നു വന്നിട്ട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഇസഹാക്ക് ഏതവസ്ഥയിലിരുന്നാലും ഏത് പ്രയാസത്തിൽ കൂടി നടന്നു പോയാലും he was a man of personal prayer. വ്യക്തിഗത പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നു നിന്നു. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കാം, അവൻ കാലൊരു ദേശത്ത് ഉറപ്പിച്ചപ്പോൾ, അവൻ ആ ദേശത്ത് കാലുകുത്തിയപ്പോൾ he was a man of sacramental life എന്ന ആരാധന ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപാകെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ എല്ലാം വില വളരെ കുറഞ്ഞു പോകും. ഒരു ഫോൺ ബെല്ലിൻ്റെ ആയുസ്സേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉള്ളൂ. ആരെങ്കിലും വിളിച്ചാൽ ഇതുവഴി പലപ്പോഴും നമുക്ക് കാണാം, തുബ്ദനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ധൃതി വെച്ച് ഫോണിൽ നോക്കുന്ന ഒരു പുതിയ തലമുറയെ. എന്ത് സംഭവിക്കാനാ? ഞാനൊരല്പസമയം ലോകത്തിൽ നിന്ന് മാറി നിന്നാൽ, ലോകത്തെ ഉപേക്ഷിച്ച്, പാപത്തെ ഉപേക്ഷിച്ച് സ്വർഗത്തെ പുൽകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ ഏത് കഷ്ടങ്ങളിലുമാണ് റിയലായ അപ്പനെയും റിയലായ അമ്മയെയും മക്കൾ കാണേണ്ടത്. ഏത് കഷ്ടത്തിലും ആരാധന ജീവിതത്തെ മുറുകെ പിടിക്കുന്ന, വിശ്വാസത്തിൽ വ്യതിചലിക്കാത്ത അപ്പനും അമ്മയും ഉണ്ടാകണം. രണ്ടാമതായി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുന്നവർ അവകാശത്തെ അലക്ഷ്യമാക്കാത്തവരായിരിക്കണം. അവകാശത്തെ അലക്ഷ്യമാക്കാതിരിക്കുക. എന്താണ് നമ്മുടെ അവകാശം? നമ്മുടെ ഒന്നാമത്തെ അവകാശം പുത്രത്വത്തിന്റെ അവകാശം തന്നെയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം എൻ്റെ ജീവിതത്തിൻ്റെ പന്ഥാവിൽ, ജീവിതത്തിൻ്റെ വഴികളിൽ, മനുഷ്യരുടെ മുൻപാകെ ഞാൻ തച്ചുടച്ച് കളയാതിരിക്കാൻ ഞാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ തച്ചുടയ്ക്കുന്നവരാ, സ്നേഹബന്ധങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്നവരാ. ഒറ്റ വാക്കുകൾ കൊണ്ട് പലപ്പോഴും പറഞ്ഞ വാക്കുകൾ, 1982 പറഞ്ഞ പല വാക്കും ഞാൻ ഇപ്പോഴും ഞാനങ്ങ് ക്ഷമിച്ചതേ ഉള്ളൂ, ഞാൻ മറന്നിട്ടില്ല. എന്താ കാരണം? അത്രമേലത് ഹൃദയത്തെ ആഴമായി മുറിവേൽപ്പിച്ചു. എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ അവകാശത്തെ, എൻ്റെ അപ്പൻ എന്ന അവകാശത്തെ, എൻ്റെ അമ്മ എന്ന അവകാശത്തെ, എൻ്റെ മക്കളെന്ന അവകാശത്തെ അത്രമേൽ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നമ്മളെല്ലാം ഭക്തന്മാരാണല്ലേ. എന്നാൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ, അപ്പനൊക്കെയാണ്, എന്നാൽ ഭവനത്തിൽ ഒരു ശുശ്രൂഷ മനോഭാവമില്ലാതെ ഒരപ്പനായിരുന്നാൽ എങ്ങനെ അപ്പനായി മാറും? മാളികമുറിയിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഞങ്ങളിൽ ആരാണ് വലിയവൻ? കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? കർത്താവ് എഴുന്നേറ്റു, അരയിൽ കച്ച കെട്ടി, താന്നിരുന്നു, കാല് കഴുകി ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു എന്ന്. എന്താണ് കർത്താവ് കണ്ടുപിടിച്ചത്? മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ യൗസേപ്പ് എന്നൊരു പുരുഷൻ തയ്യാറായി. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചിട്ടും തന്നെ ഏറ്റെടുക്കുവാൻ, ദൈവസ്വരം കേൾക്കുവാൻ യൗസേപ്പിന് സാധിച്ചതുകൊണ്ടാണ് മറിയാമിനെ ശുശ്രൂഷ ചെയ്യുവാൻ യൗസേപ്പിന് സാധിച്ചത്. കുടുംബങ്ങളിൽ ആരും വലുതും ആരും ചെറുതുമല്ല, ഞങ്ങളെല്ലാം ക്രിസ്തുവിൽ ഒന്നാകുന്നു എന്ന് പറഞ്ഞ് പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, പരസ്പരം ശുശ്രൂഷ ചെയ്യുമ്പോൾ ചിലപ്പോഴൊന്ന് താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് വിട്ടുകൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് മുറിക്കപ്പെടേണ്ടി വരും. മുറിക്കപ്പെടുമ്പോൾ മാത്രമല്ലേ മേഘങ്ങൾ മഴയായി പൊഴിയുന്നത്? ഉടയ്ക്കപ്പെടുമ്പോൾ മാത്രമല്ലേ മണ്ണ് കൃഷിക്ക് യോഗ്യമാകുന്നുള്ളൂ? വിത്ത് ഭൂമിയിൽ അഴുകുമ്പോൾ മാത്രമല്ലേ പുതിയ തൈയാകുന്നുള്ളൂ? ഈ തയ്യ് വെയിലും മഞ്ഞും മഴയും ഏൽക്കുമ്പോഴല്ലേ പൂക്കുന്നതും കായ്ക്കുന്നതും? ഈ കായ പൊട്ടാനേൽപ്പിക്കുമ്പോഴല്ലേ വീണ്ടും പുതിയ വിത്തുകൾ ഉണ്ടാകുന്നത്? കുടുംബജീവിതത്തിൽ ഒന്ന് താന്നു കൊടുക്കാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് കുറഞ്ഞു കൊടുക്കാൻ
എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മൗനം പാലിക്കുമ്പോൾ മാത്രമേ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കിയതുപോലെ അവകാശങ്ങളെ അലക്ഷ്യമാക്കാതിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. പലപ്പോഴും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാണ് പലതിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കുക. ശരിയല്ലേ? കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ യോനയെ പോലെയാ. യോനയുടെ പ്രത്യേകത എന്തായിരുന്നു? യോന 1-ാം അധ്യായത്തിൽ നിനവയിൽ നിന്ന് ഓടിപ്പോയി. 2-ാം അധ്യായത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. 3-ാം അധ്യായത്തിൽ തിരിച്ചു വന്ന് നിനവേ നഗരത്തോട് പ്രസംഗിച്ചു. 4-ാം അധ്യായത്തിൽ നിനവേ നഗരത്തിന്റെ നാശം കണ്ടുകൊണ്ടിരിക്കുക. നാശം കാണുമ്പോഴും അവന്റെ തലയ്ക്ക് മുകളിൽ ഒരു ആവണക്ക് സൃഷ്ടിച്ചു ദൈവം. യഹോവയാം ദൈവം അവനെ സംരക്ഷിച്ചു. ഈ ആവണക്കിന്റെ തണലിൽ സുഖമായിട്ട് യോന ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് താൻ സുഖമായിരുന്ന ഈ ആവണക്കിന്മേൽ പുഴു കയറിയത് യോന കണ്ടില്ല. പുഴു കുത്തിയത് യോന അറിഞ്ഞില്ല. ഇല വാടി തുടങ്ങിയത് യോന കണ്ടില്ല. മറിച്ച് ഇല വാടിക്കരിഞ്ഞ് തൻ്റെ ഉച്ചിയിൽ വെയിൽ കൊണ്ടത് മാത്രമാണ് യോന അറിഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ പല രീതിയിൽ കലഹങ്ങളായും പ്രശ്നങ്ങളായും രോഗങ്ങളായി പ്രതിസന്ധികളായി ഒരു പുഴുവായിട്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയാണ് പുഴു? എൻ്റെ പുഴു എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണോ? എൻ്റെ വീട്ടിൽ ആരോട് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. എന്താണ് എൻ്റെ ജീവിതത്തിൽ പുഴുവായിട്ട് എൻ്റെ ആവണക്കിൽ കയറിയിരിക്കുന്നത്? എവിടെയാണ് ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് ഒന്നും കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്തതുപോലെ ആയി തീർന്നത്? എന്ത് സംഭവിക്കും? കനാൻ അവകാശമാകുകയില്ല. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കനാൻ ലക്ഷ്യമാക്കി ഇങ്ങനെ യാത്ര ചെയ്യുക. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ അവർ സീൻ മരുഭൂമിയിലെത്തി. ഇസ്രായേൽ ജനത്തിനൊരു പ്രത്യേകതയുണ്ട്. അവരാഗ്രഹിക്കുന്നത് പോലെ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും അവർ വിചാരിക്കുന്നത് പോലെ കിട്ടിയില്ലെങ്കിൽ അവർ യഹോവയ്ക്കെതിരെ പിറുപിറുക്കും. ഇങ്ങനെ ഇവിടെ കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം യഹോവയ്ക്കെതിരെ പിറുപിറുത്തു. യഹോവയ്ക്കെതിരെ പിറുപിറുക്കുന്നത് കണ്ടിട്ട് മോശയോട് അവർ പറയുകയാണ്, ഞങ്ങൾ ഇട്ടിട്ട് പോകുന്ന ദേശം ഇതിലും മനോഹരമായിരുന്നു. അവിടെ ഉഴിയ വേല, അടിമവേല ചെയ്തെങ്കിലും അപ്പക്കലങ്ങളും മുന്തിരിക്കുലകളും ഇറച്ചിക്കലങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. നീ എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? പരാതികളാണ്. എന്തെല്ലാം കിട്ടിയാലും എന്തെങ്കിലും ഒരു ചെറുത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ നോട്ടം പലപ്പോഴും തെറ്റിപ്പോവും. ക്രിസ്തുവിങ്കിലേക്കുള്ള നോട്ടം തെറ്റിപ്പോയിട്ട് ഓരോ ദിവസവും എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ തരാത്തതിനെ കുറിച്ചാണ് ദൈവത്തോട് നമ്മൾ പരിഭവിക്കുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കർത്താവ് തന്ന സകലത്തെയും ഒന്ന് എണ്ണി നോക്കിക്കേ. ഓരോ ദിവസവും ഒന്ന് എണ്ണി നോക്ക്. ഇന്ന് രാവിലെ ജീവിച്ചത് തന്നെ ഒരു അത്ഭുതമല്ലേ? ഇന്ന് ഞാൻ ആയിരിക്കുന്നത് അവൻ്റെ കൃപയാലല്ലേ? ആശുപത്രികളിലേക്ക് ചെന്ന് നോക്കിയാൽ എത്രയെല്ലാം അവസ്ഥയിൽ കൂടിയാണ് ഓരോരുത്തർ കടന്നു പോകുന്നത് അല്ലേ? മക്കളെക്കുറിച്ച് കരയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കളെക്കുറിച്ച് നെഞ്ചുപൊട്ടിക്കരയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. എന്നാൽ എനിക്കു തന്നതിനെ പോരാ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ സങ്കടപ്പെടാറില്ലേ? മാതാപിതാക്കളെ പോരാ എന്ന് പറഞ്ഞ് ഈ വീട്ടിലല്ലായിരുന്നു ഞാൻ വരേണ്ടത് എന്ന് പറഞ്ഞ് കരയാറില്ലേ നമ്മൾ പലപ്പോഴും? പക്ഷേ ഈ കയറിക്കിടക്കാൻ ഒരു വീടില്ലാതെ, ഒന്ന് കേൾക്കാൻ ഒരു മാതാപിതാക്കളില്ലാതെ എത്രയോ മക്കൾ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ലഭിച്ച സകലത്തിലും നന്ദി പറയാതെ ഈ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുക. മോശ എഴുന്നേറ്റു, യഹോവയുടെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു, കമന്നു വീണു, യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് പറഞ്ഞു, മോശെ, നീ ഭയപ്പെടേണ്ട, നീ എഴുന്നേൽക്കുക, നിന്റെ വടി കയ്യിലെടുക്കുക, അഹറോനെ കൂട്ടുക, ഇസ്രായേൽ ജനത്തെ വിളിക്കുക, പാറയുടെ അടുക്കലേക്ക് ചെല്ലുക, വടി നീട്ടുക, പാറയോട് കൽപ്പിക്കുക, പാറ നിനക്ക് ജലം നൽകും. മോശെ ആ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റു, അഹറോനെ വിളിച്ചു, വടിയെടുത്ത് കയ്യിൽ പിടിച്ചു, ഇസ്രായേൽ ജനത്തെ എല്ലാം കൂട്ടിവരുത്തി. എന്നിട്ട് പാറയുടെ അടുക്കലേക്ക് ചെന്നു. ഇസ്രായേൽ ജനം കാണുകെ പാറമേൽ തൻ്റെ വടി കൊണ്ട് 2 അടി അടിച്ചു. പാറ ശക്തിയായി ജലം കൊടുത്തു. ഇസ്രായേൽ ജനം അത് കുടിച്ച് തൃപ്തിപ്പെട്ടു. ഇസ്രായേൽ ജനം തൃപ്തിപ്പെട്ടെങ്കിലും യഹോവയാം ദൈവം തൃപ്തിപ്പെട്ടില്ല. യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, നീ കനാൻ കാണുകയില്ല. കാരണം യഹോവയാം ദൈവം മോശയ്ക്ക് ബലമായി നൽകിയ വടി, ചെങ്കടലിനെ പകുത്ത ശക്തിയുള്ള വടി, ഇസ്രായേൽ ജനത്തെ നയിച്ച വടി, ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രവാദികളെ തോൽപ്പിച്ച വടി, സകലത്തിനും മതിയായ വടി പാറമേൽ നീട്ടാനാണ് യഹോവ ആവശ്യപ്പെട്ടത്. മോശ എന്ത് ചെയ്തു? പാറമേൽ അടിച്ചു. മോശയോട് പറഞ്ഞു, നീ കനാൻ. ഇത് മോശയുടെ മാത്രം പ്രശ്നമല്ല,
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് കുടുംബമായ വടി, നീ അലഞ്ഞു ധരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് നിനക്ക് കൂട്ടമായ ആരാധന. എന്നാൽ പലതിനെയും തല്ലിക്കെടുത്തുന്നവരാ നമ്മള്. വിശ്വാസത്തെ തല്ലിക്കെടുക്കുന്നവര്, സ്നേഹത്തെ തല്ലിക്കെടുത്തുന്നവര്. എവിടെയാണ് ഞാൻ തല്ലിക്കെടുത്തുന്നത്? കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കുടുംബ ജീവിതത്തില് 3 C's വേണമെന്ന് പറയും. അതിൽ ഒന്നാമത്തെ C ആണ് കമ്മ്യൂണിക്കേഷൻ. എൻ്റെ അവകാശമായ കുടുംബ ജീവിതത്തില് ഇന്ന് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഉണ്ട്? ഇന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവരോട് നമ്മൾ മിണ്ടാറുണ്ട്, അമേരിക്കയിൽ ഇരിക്കുന്നവരോട് നമ്മൾ മിണ്ടാറുണ്ട്, ഈ ലോകത്തിന്റെ അങ്ങേ അറ്റത്തുള്ളവരോട് തന്നെ മിണ്ടാറുണ്ട്. പക്ഷെ വീട്ടിലുള്ളവർ തമ്മിൽ എത്രമാത്രം മിണ്ടാറുണ്ട്? വീട്ടിലിരിക്കുന്നവർ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ ഒന്നുമില്ല. മക്കൾക്ക് കോവിഡ് കഴിഞ്ഞ പിന്നെ നമ്മളോട് സംസാരിക്കാനേ, കാരണം എല്ലാവർക്കും സ്വന്തം ഫോണായി, ചാരിയിരിക്കാനൊരു മുറിയായി, ഓരോ മുറികളുടെ ഭിത്തികളും ഓരോ മതിലുകളാക്കി മാറ്റി നമ്മൾ. ഓരോ മതിൽക്കെട്ടുകളുടെ അകത്തായിട്ടാണ് ഓരോ വീടുകളും. ഇന്ന് രാത്രിയിൽ നോക്കിക്കോണം, ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ 2 സംസാരമേ ഭാര്യയും ഭർത്താവും കൂടെ കാണത്തുള്ളൂ. ഒന്നാമത്തത് ചോറ് വിളമ്പട്ടെ, 2 എന്നാ എടുത്തു, ഈ 2 സംസാരമേ ഉള്ളൂ. മൂന്നാമത്തത് പ്രവർത്തനമാണ്. എന്താണ്? TV ഓൺ ചെയ്യുക, റിമോട്ട് ഞെക്കുക, എന്തെങ്കിലും വെക്കുക. ഈ ശബ്ദം കേട്ട് എല്ലാവരും ഇറങ്ങി വരുന്നു, പാത്രം എടുക്കുന്നു, എന്തൊക്കെയോ അതിൽ നോക്കി. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഭൂരിപക്ഷം വീടുകളിലും ഡൈനിങ് ടേബിളിനോട് അഭിമുഖമായിട്ട് ഇന്ന് എന്താ വെച്ചിട്ടുണ്ട്? എന്ത് വെച്ചിട്ടുണ്ട്? TV വെച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ചോറ് വെക്കുകയും സ്വിച്ച് ഇടുകയും ഒരുപോലെയാണ്. എന്നിട്ട് നമ്മളെല്ലാം എവിടേക്ക് നോക്കിയിരിക്കും? എന്നിട്ട് നമ്മൾ പറയും, അച്ഛാ പരസ്പര സ്നേഹം ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ. ഇതെവിടെ നിന്നായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്? ഓർമ്മയുണ്ടോ? പണ്ട് 5, 8 മക്കൾ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ കലത്തിലും വിളമ്പി വിളമ്പി അമ്മ ഇങ്ങനെ പോകും. വേണ്ടെങ്കിലും അപ്പൻ വലിയ കാര്യക്കാരനായിരുന്നു. എന്തു ചെയ്യും? കുറെ ചോറ് എന്നും ബാക്കി വെക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? പണ്ടത്തെ അപ്പന്മാര് എന്നും ഒരു പങ്ക് ബാക്കി വെക്കും. എന്നിട്ട് ഭാര്യയോട് പറയും, കളയണ്ട കളയണ്ട, നീ കഴിച്ചോ. എന്താണ് അതിന്റെ സൈക്കോളജി? എല്ലാ പാത്രത്തിലും വിളമ്പി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഭാര്യയുടെ പാത്രത്തിൽ വിളമ്പാനില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന അപ്പൻ. എന്നാൽ ഇന്ന് സേവ് ദി ഡേറ്റും ബേബി ഷവറും ഭയങ്കര ആഘോഷങ്ങളും എന്തൊക്കെ പാക്കേജുകളാണ് നമുക്കുള്ളത്. സ്നേഹം ഇങ്ങനെ വാർന്നൊഴുകുകയാണ്. എന്തുപോലെ? ചൈനയുടെ പ്രൊഡക്റ്റ് പോലെ. എന്നാൽ അന്ന് വലിയ സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല. മുൻവശത്തെ ചാരുകസേരയിൽ ഇരുന്ന് മൂളുന്ന അപ്പൻ്റെ മൂളലിൻ്റെ അർത്ഥം അകത്തെ അടുക്കളയിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ ഓരോ ദിവസവും പകലും രാത്രിയിലും ചോറിൻ്റെ ഒരു വീതം മാറ്റി വെച്ചിട്ട് പറയും, കളയണ്ട, നീ കഴിച്ചോ. ഇവിടെ നിന്നായിരുന്നു അന്നത്തെ തലമുറ ഷെയറിങ് ആദ്യം പഠിച്ചത്. എന്ത് കിട്ടിയാലും പകുത്തു കൊടുക്കുന്ന സ്നേഹം. എന്നാൽ ഇന്ന് കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് നമ്മളെല്ലാം മാറ്റി മാറ്റി ഓരോ അയലൻഡുകൾ സൃഷ്ടിച്ചു. ആദ്യം നമ്മൾ അണുകുടുംബങ്ങൾ സൃഷ്ടിച്ചു, പിന്നെ അയലൻഡുകൾ സൃഷ്ടിച്ചു. എല്ലാം രഹസ്യമാണ്. എല്ലാം കയ്യിൽ നിന്ന് താഴെ